ഇപ്പോൾ വരുന്ന വാർത്ത പ്രതികൂല കാലാവസ്ഥയിൽ കടലിലകപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ കോസ്റ്റ് ഗാർഡ് രക്ഷപ്പെടുത്തി. 11 തൊഴിലാളികളാണ് ബോട്ടിലുണ്ടായിരുന്നത്. എല്ലാവരും സുരക്ഷിതരാണ്. കൊച്ചിയിൽ 80 നോട്ടിക്കൽ മൈൽ ദൂരത്താണ് ബോട്ട് കുടുങ്ങിയത്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഡാനി പോൾ ചേർന്നു. ഡാനി, എത്ര ദിവസമായിരുന്നു ഇവർ കുടുങ്ങിയിട്ട് കടലിൽ? എല്ലാവരെയും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞോ? വിവരങ്ങൾ എന്താണ്? എല്ലാവരും തന്നെ സുരക്ഷിതരാണ് എന്നാണ്. 11 പേരാണ് ബോട്ടിൽ ഉണ്ടായിരുന്നത്. മത്സ്യത്തൊഴിലാളികളാണ് എല്ലാവരും തന്നെ. ഇത് മലബാർ മേഖലയിൽ ഡാനി തുടരാം. ഡാനി പോൾ വിവരങ്ങൾ നൽകുന്നത്. പ്രതികൂല കാലാവസ്ഥയിൽ കടലിലകപ്പെട്ടു പോയ 11 മത്സ്യത്തൊഴിലാളികളെയാണ് കോസ്റ്റ് ഗാർഡ് രക്ഷപ്പെടുത്തിയിരിക്കുന്നത്. 11 തൊഴിലാളികളാണ് ബോട്ടിൽ ഉണ്ടായിരുന്നത്. എല്ലാവരും സുരക്ഷിതരാണ് എന്നുള്ള റിപ്പോർട്ട് വരികയും ചെയ്യുന്നു. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ എയർക്രാഫ്റ്റ് ആണ് ഇവരെ കണ്ടെത്തിയത്. IFB ആഷിനി എന്ന പേരിലുള്ള ബോട്ടായിരുന്നു 11 തൊഴിലാളികളുമായി പൊന്നാനിയിൽ നിന്ന് 50 നോട്ടിക്കൽ മൈൽ അകലെ കുടുങ്ങിയത്. വളരെ എഞ്ചിൻ തകരാറ് കൊണ്ട് കൂടിയാണ് അങ്ങനൊരു അപകടാവസ്ഥയിലേക്ക് പോയത് എന്നുള്ള റിപ്പോർട്ടുകളും വരികയാണ്. ഏതായാലും 11 തൊഴിലാളികളെയും രക്ഷിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. എല്ലാവരും സുരക്ഷിതരാണ് എന്നുള്ള വിവരം കൂടി വരികയാണ്. ഡാനി പോൾ ചേരുന്നു. ഡാനി, കൂടുതൽ വിവരങ്ങൾ വരുന്നു. അതായത് ബോട്ടിലുണ്ടായിരുന്ന 11 പേരെയും രക്ഷിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. എങ്ങനെയാണ് ബോട്ട് കേടാവാൻ കാരണമായത്? ഇതെങ്ങനെ കോസ്റ്റ് ഗാർഡ് ഇവരുടെ രക്ഷകരായി എത്തിയത്? ഏത് തരത്തിലാണ്? നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളൊക്കെ എങ്ങനെയാണ്? 11 മത്സ്യത്തൊഴിലാളികളാണ് ബോട്ടിൽ ഉണ്ടായിരുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം. ഇത് ബോട്ട് യന്ത്ര തകരാറ് മൂലം ബോട്ട് നിശ്ചലമാകുന്ന അവസ്ഥയായിരുന്നു. കടലിൽ അലയുന്ന ഒരവസ്ഥയായിരുന്നു. ഈ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കോസ്റ്റ് ഗാർഡ് തെരച്ചിൽ ആരംഭിച്ചത്. ഡോണർ വിമാനങ്ങളടക്കം തെരച്ചിലിന് ഉപയോഗിച്ചിരുന്നു. വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ബോട്ട് കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്തു. ഇതിനുശേഷമാണ് കോസ്റ്റ് ഗാർഡിന്റെ ബോട്ട് സംവിധാനങ്ങൾ ഇവിടേക്ക് അടുത്തേക്ക് എത്തുന്നത്. ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇത് കൊച്ചി മേഖലയിൽ നിന്നല്ല, മലബാർ മേഖലയിൽ നിന്ന് പുറപ്പെട്ട മത്സ്യബന്ധനത്തിന് പുറപ്പെട്ട ബോട്ടാണ് എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എല്ലാവരും തന്നെ സുരക്ഷിതരാണ്. കൊച്ചിയിൽ നിന്ന് ഏതാണ്ട് 80 നോട്ടിക്കൽ മൈൽ ദൂരത്താണ് ബോട്ട് യന്ത്ര തകരാർ മൂലം കുടുങ്ങിയതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവരെ കൊച്ചിയിലേക്ക് കൊച്ചി കോസ്റ്റ് ഗാർഡ് ആസ്ഥാനത്തേക്ക് അടുപ്പിക്കാനാണ് ഒടുവിലത്തെ നിർദ്ദേശമെന്നാണ് മനസ്സിലാക്കുന്നത്. ആർക്കും തന്നെയും പരിക്കുകളോ അല്ലെങ്കിൽ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്നാണ് കോസ്റ്റ് ഗാർഡിന് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രതികൂല കാലാവസ്ഥയും അതോടൊപ്പം തന്നെ ബോട്ട് യന്ത്ര തകരാറും ബോട്ടിന് സംഭവിക്കുകയായിരുന്നുവെന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും നിർണായക ഘട്ടത്തിലായിരുന്നു കോസ്റ്റ് ഗാർഡിന്റെ ഇടപെടലുണ്ടായിരുന്നത്. ഈ സന്ദേശം ലഭിച്ച ഉടൻ തന്നെ ഈ കോസ്റ്റ് ഗാർഡ് സേനാ വിഭാഗങ്ങൾ ബോട്ടിന് വേണ്ടി അതിനെ ലൊക്കേറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. ആദ്യഘട്ടത്തിൽ ഡോണർ വിമാനമാണ് ഇതിന് സമീപത്തെത്തുകയും ബോട്ടിന്റെ കൃത്യമായ രീതിയിലുള്ള അതിന്റെ ലൊക്കേഷൻ അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്തു. പിന്നീട് ബോട്ട് സംവിധാനങ്ങൾ ഇവിടേക്ക് എത്തുകയായിരുന്നു. ഏതായാലും എല്ലാവരും തന്നെ സുരക്ഷിതരാണ്. 11 തൊഴിലാളികളും തന്നെ മത്സ്യത്തൊഴിലാളികളും സുരക്ഷിതരാണ്. കൃത്യമായി സമയത്ത് സേനയുടെ സഹായം ലഭ്യമായതുകൊണ്ടാണ് ഈ രീതിയിലൊരു വലിയ ദുരന്തത്തിലേക്ക് നീങ്ങുമായിരുന്ന ഒരു സാഹചര്യം ഒഴിവായത്. അത് ഇപ്പോൾ ഈ മൺസൂൺ ഒന്നുകൂടി കനത്തതോടെ ഏതായാലും അത്തരം ഒരു സംവിധാനങ്ങളെല്ലാം തന്നെ മോശം കാലാവസ്ഥ, എഞ്ചിൻ തകരാറ് കാരണം കടലിൽ അകപ്പെട്ടു പോയ IFB ആഷിനി എന്ന ബോട്ടിലുണ്ടായിരുന്ന 11 മത്സ്യത്തൊഴിലാളികളാണ് കോസ്റ്റ് ഗാർഡ് രക്ഷപ്പെടുത്തിയത്.